അടുത്ത ഇനി ബിഗ് ബോസ് സീസൺ വരാൻ പോകണല്ലോ, വരാൻ പോകണല്ലോ. കൺഫേം ആയില്ല, എന്നാലും വരുമല്ലോ ഇവിടെ. അപ്പം ചേച്ചിയുടെ ഒരു ഇമാജിനേഷൻ ആരെങ്കിലും ഒരാളെ നമ്മളിപ്പോൾ എല്ലാവർക്കും കാണുമല്ലോ, ഇന്നാൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നാൾ വരാൻ സാധ്യതയുണ്ട്, ചേച്ചിയുടെ ഇമാജിനേഷൻ ആരെങ്കിലും അകത്ത് കയറാൻ അല്ല, പ്രഡിക്ഷൻ അതാണ് ഉദ്ദേശിച്ചത്. ആരെങ്കിലും ഒരാളെ അകത്ത് കയറാൻ പോകുന്നവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഒന്നും ഇല്ല, ഇതെങ്ങനെ നിങ്ങൾ പുറത്ത് വരും എന്നുള്ളതൊന്നും നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാതെ ആക്ച്വലി എനിക്ക് പോസിറ്റീവ് തന്നെയാണ് പറയാം അത്. പക്ഷെ ഞാനിങ്ങനെ പറയുന്നത്, പക്ഷെ അതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്ക് പോസിറ്റീവാണ് ഒരു 80% ഉണ്ടായിട്ടുള്ളൂ. കാര്യം അതിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് എനിക്ക് മലക്കോട്ടെ വാല്യുബിൾ കിട്ടിയത്. അതിനെ തുടർന്നാണ് എന്താ പറയുക, പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് വെച്ചാൽ, ഈവൻ എല്ലാവരും പറയുന്നത് അവിടെ നിന്ന് പോകണം അവരുടെ കരിയർ. ഓൾമോസ്റ്റ് അധികം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു 90% ആൾക്കാരുടെയും കരിയർ അവിടെ നിന്ന് പോവാണ്. കാര്യം എന്താണ്, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഒരു നെഗറ്റീവ്സ് ആയിരിക്കാം, മേ ബി ആയിരിക്കാം. ഇത് അവരുടെ ഒരു റിയൽ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ട് അനലൈസിങ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അവരുടെ കരിയർ അങ്ങ് ഇല്ല. എനിക്ക് അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണല്ലോ എനിക്ക് മൂവി കിട്ടിയത്. എനിക്ക് ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഗ്രാഫ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം താഴ്ന്നിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് എല്ലാവരുടെയും കാര്യമല്ല, ഒരു 80-90% കാര്യം. ഇന്ന് ഒരു പിന്നെയും തീർച്ച ഒരാൾക്ക്, എനിക്കും 1-2 പേർക്ക്, എനിക്ക് തോന്നുന്നു അഖിലിനും മൂവീസ് അത്യാവശ്യമുണ്ട്. ഞങ്ങളുടെ ഇപ്പം ജാസ്മിനും അത്യാവശ്യം എനിക്ക് തോന്നുന്നില്ല, അവർക്കൊന്നും ഇതൊന്നും ബാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ അല്ലേ. ജാസ്മിനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആർക്കൊക്കെയോ ഇത് ബാധിച്ചിട്ടുണ്ട്. അതായത് കരിയർ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിന് എനിക്ക് തോന്നുന്നില്ല അധികം ബാധിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഹൈപ്പ് തന്നെയാണ്. ജാസ്മിനെ പേഴ്സണലി എനിക്ക് അറിയുന്ന കുട്ടിയാണ്. പേഴ്സണലി എനിക്ക് മീൻസ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ബിഗ് ബോസിന് ശേഷം. നല്ല കുട്ടിയാണ്. എനിക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ദേഷ്യം വരും, എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ പറയും, എന്നെ പോലെ തന്നെ എനിക്ക് തോന്നി. സിറ്റുവേഷൻഷിപ്പ് ചെയ്ത കുട്ടിയാണ്. അവരുടെ പേഴ്സണൽ ചോയ്സസ് അല്ലേ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, അതിപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാനല്ല, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മൾ ആളല്ല. അവരുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ്, അവർക്കറിയാം അവരുടെ കരിയർ എന്ത് ചെയ്യണം, അവരുടെ ലൈഫ് എങ്ങനെ ചെയ്യണം, സ്വന്തം ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതിപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഓ അല്ല അവർ പറയുന്നു പറഞ്ഞിട്ട് ഞാനത് മാറ്റേണ്ട കാര്യമില്ല. ഒരു ലൈഫ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കഴിഞ്ഞ സീസണിൽ ആരെയായിരുന്നു ചേച്ചിക്ക് പേഴ്സണൽ ഇഷ്ടം? എനിക്ക് ജാസ്മിനെ തന്നെയായിരുന്നു, സത്യം പറയാമോ, ജാസ്മിനെ തന്നെയായിരുന്നു. ഞാനോ ഇല്ലപ്പാ, എനിക്ക് ഒന്നും അറിഞ്ഞൂടാതെ പോയി ചേർന്നത് അതിനകത്ത്. പക്ഷേ എന്താ പറയുക, ഫിനാൻഷ്യലി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫിനാൻഷ്യലി ഓക്കെ ആയിരുന്നു. നേഷ്യനായിട്ട് അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് നീയും പോയി പോകുമോയെന്ന് ചോദിച്ചാൽ പോകത്തില്ല. അത് എനിക്ക് പറ്റിയൊരു ഇതല്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം അറിയാം എന്താന്ന്. ഇപ്പം പോകണമെങ്കിൽ നമ്മൾ പുറത്ത് കുറേ PR ഒക്കെ കൊടുത്തിട്ട് പോകണം. സത്യമല്ലേ? അല്ല അതാണ് സത്യമാണ്. അതിനകത്തുനിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാനെന്താ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു. അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്കിന്ന് എന്താ ദൈവമേ, രാവിലെ എന്താണ് പണി കിട്ടാൻ പോകുന്നത്, ഭക്ഷണം ഇല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ബാത്റൂം അടച്ചിടുക, വെള്ളം തരാതിരിക്കുക, ഉറക്കില്ല. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ പോകാൻ എത്ര പേര് എന്നോട് തന്നെ ചോദിക്കുന്നുണ്ടെന്ന് അറിയാം. എത്ര പേര് ചേച്ചി ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനകത്ത് കയറാനായിട്ട്, എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് തന്നെ അറിയത്തില്ല അതിനെന്താ ചെയ്യേണ്ടത്. എന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു, ഡയറക്റ്റ് വിളിച്ചു, ഞാൻ പോയി. പക്ഷെ ഇതിൽ ആരോടാ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ എല്ലാവരുമായിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്ന് പോയപ്പോൾ ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സുഹൃത്ത് ബന്ധം ആരുടേതായിരിക്കും? അഖില്, സൂരജ്, ശാലിനി, ധന്യ, പിന്നെ ആരാ, ധന്യ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. അതിന് ശേഷം എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് ഇവരൊക്കെ തന്നെ. ജാസ്മിൻ, നിമിഷ, എല്ലാവരും ഉണ്ട്, ദിൽഷ, എല്ലാവരുമായിട്ട് കൂട്ട് തന്നെയാണ്. റോബിൻ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഗോകുലത്തിൻ്റെ ഫംഗ്ഷന് പോയപ്പോൾ കണ്ടു. വിളിച്ചാലല്ലേ പോകാൻ പറ്റും? എന്നെ സപ്പോർട്ട് ചെയ്തു, ഞാൻ സപ്പോർട്ട് ചെയ്തു. ഞാൻ അറിയില്ല. റോബിൻ ആക്ച്വലി റോബിൻ്റെ നല്ല ഗെയിം അതേ
നിങ്ങളെ പോലെയുള്ളവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പ്രോബ്ലം എന്താ പറയുക, ഇപ്പോൾ സേഫ്, നല്ലതായിട്ട് ഹാപ്പി മാരീഡ് ലൈഫ്, അത്രയേ ഉള്ളൂ. നല്ലതായിട്ട് ജീവിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ.